നമസ്കാരം, അർലിനാണ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ചെയ്യാൻ പറ്റുന്ന കിടക്കാച്ചി കുറച്ച് ട്രിക്കുകളെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു ഫോൺ ഉപയോഗിക്കുന്ന പല കൂട്ടുകാരും ഇന്നും ഈ ഫോണിൽ ഈ പറഞ്ഞ ട്രിക്കുകളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ 100% ഷുവറാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്നുള്ളത്. തീർച്ചയായിട്ടും ഉപകാരപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ട്രിക്ക് ഏതാണെന്ന് തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് ടാർഗറ്റ് വെച്ചിരിക്കുന്ന 1500 ലൈക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം. നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ കൂട്ടുകാർക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വാട്സപ്പിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മുടെ അടുത്ത് ഫോട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ പോകും, ഡൗൺലോഡ് ചെയ്യും, അതിനുശേഷം നമ്മൾ വാട്സപ്പ് എടുത്ത് ഗാലറിയിൽ പോയി സെൻഡ് ചെയ്ത് കൊടുക്കും. ഈ ഒരു രീതിക്കാണ് നമ്മൾ ഷെയർ ചെയ്യാറ്. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല, കുറച്ചുകൂടി അടിപൊളിയായിട്ട് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോശം ഫോട്ടോ ആണെന്ന് വിചാരിക്കുക, അത് നമ്മുടെ ഗാലറി ഇടേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ നമുക്ക് ആ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ വാട്സപ്പിലൂടെ നമ്മുടെ സുഹൃത്തിന് ആ ഫോട്ടോ അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് സിമ്പിൾ ട്രിക്കാണ്. നിങ്ങൾ ഗൂഗിളിൽ പോകാൻ നിങ്ങൾക്ക് പിക്ചർ ഏതാണെന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ആ പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാൻ ശേഷം നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് എടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ വാട്സപ്പിൻ്റെ കീബോർഡിൻ്റെ അവിടെയായിട്ട് ചെറിയൊരു ഐക്കൺ വരുന്നത് കാണാൻ സാധിക്കും. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ പിക്ചർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നമ്മുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു 99% കൂട്ടുകാരും ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ട്രിക്ക് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മടിക്കരുത്. രണ്ടാമത്തെ ട്രിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ഫോണിൽ MP4 ഒരു വീഡിയോ ആണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് MP3 ആക്കാനായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഫോണിൽ തന്നെ ഇതൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതിനാണ് നിങ്ങളുടെ ഫോണിലെ ഫയൽ മാനേജർ പോകുന്നതിന് ശേഷം നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ കൺവേർട്ട് ചെയ്യേണ്ട ആ വീഡിയോ എടുക്കുന്നതിന് ശേഷം ആ വീഡിയോയുടെ പേരെടുക്കുക. റീനെയിം എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് വരിക. അവിടെ നമുക്കിവിടെ എന്തെങ്കിലും ഒരു പേരും അതിനുശേഷം .mp4 എന്നും കാണാൻ സാധിക്കും. ആ .mp4 എന്നുള്ള മാറ്റി MP3 ആക്കി നോക്കുക. വിത്തിൻ സെക്കൻഡ്സ് ആ ഒരു വീഡിയോ MP3 ആയിട്ട് നിങ്ങളുടെ ഫോണിൽ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ട്രിക്ക് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ പിന്നെയും മറക്കരുത്. ആദ്യം അടിച്ചവർ രണ്ടാം അടിക്കേണ്ട. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യാം. മൂന്നാമത്തെ ട്രിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ വേണ്ടപ്പെട്ട ഡേറ്റ അതുപോലെ എന്തെങ്കിലും വീഡിയോസ് ഫോട്ടോസ് ഒക്കെ സേവ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ഗൂഗിൾ ഡ്രൈവ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു 10 GB കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഡ്രൈവിലോട്ട് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ക്യാഷ് കൊടുക്കേണ്ടി വരും. എന്നാൽ നമ്മുടെ ഫോണിൽ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് ദൂരം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു കിടിലൻ ട്രിക്കുണ്ട്. വേറൊന്നുമല്ല, നമ്മളെല്ലാവരും സിനിമ ഡൗൺലോഡ് യൂസ് ചെയ്യുന്ന ടെലിഗ്രാമിൽ നമുക്ക് ദൂരം വേണമെങ്കിലും ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ജസ്റ്റ് ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും നമ്പറോ കാര്യങ്ങളോ ആഡ് ചെയ്തൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡോക്യുമെൻറ്റ്സും അല്ലെങ്കിൽ വീഡിയോസോ ഫോട്ടോസോ പാട്ടോ എന്താണെങ്കിലും വെറുതെ ഞാൻ കയറ്റി വെച്ചേക്കുക. ഒരു കുഴപ്പമില്ല, ഒരു കാശും കൊടുക്കണ്ട. വെറുതെ സിനിമ ഡൗൺലോഡ് ചെയ്യാൻ മാത്രമല്ല എന്നെ കൊള്ളാവുന്ന ടെലിഗ്രാം വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അണ്ടർ റേറ്റഡ് ആപ്ലിക്കേഷനാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും എനിക്കൊന്ന് പ്രത്യേകിച്ച് മലയാളികൾ വെറും സിനിമ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ട് മാത്രമാണ് ടെലിഗ്രാമിനെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം. അടുത്തൊരു ട്രിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാങ്ക് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ട്രിക്കാണ്. അതായത് നമുക്ക് കൂട്ടുകാരുടെയൊക്കെ ഫോൺ ഒന്ന് വാങ്ങിച്ചതിന് ശേഷം ആ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ അടിച്ചു പോയ രീതിയിൽ തിരിച്ചു കൊടുക്കുന്ന ഒരു കിടിലൻ ട്രിക്കാണ്. സൂക്ഷിക്കണം. ഈ ട്രിക്ക് ചെയ്ത് ഇടികൊണ്ടാൽ ഞാനോ എൻ്റെ ചാനലോ ഉത്തരവാദിയാവുന്നതല്ല. അതുപോലെയുള്ള സാധനമാണ്. ഫോണിൻ്റെ ഡിസ്പ്ലേ തന്നെ തകർത്ത് കളയുന്ന രീതിയിലുള്ള സംഭവമാണ്. അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മുടെ ഫോൺ എബൌട്ട് ഫോണിൽ പോയതിനു ശേഷം ഡെവലപ്പർ ഓപ്ഷനിലോട്ട് വരിക. ഡെവലപ്പർ ഓപ്ഷൻ ഓൺ അല്ലെങ്കിൽ ബിൽഡ് നമ്പറിൽ ഒരു 7 പ്രാവശ്യം നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. എബൌട്ട് ഫോൺ ബിൽഡ് നമ്പർ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആവും. ഡെവലപ്പർ ഓപ്ഷനിൽ പോയതിനു ശേഷം ഈ കാണുന്ന ഒരു ചെറിയ ഓപ്ഷൻ ഒന്ന് ഓണാക്കി കൊടുക്കുക. ഓണാക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ തിരിച്ചവനും കൊടുത്തേക്കുക. അവൻ എന്ത് ചെയ്താലും പിന്നെ അത് ശരിയാക്കി എടുക്കാനായിട്ട് സാധിക്കില്ല. ഫോൺ ഡിസ്പ്ലേ ഒക്കെ ചുമ്മാ കിടന്ന് മിന്നി മറയും. അതായത് കാണുന്ന ആരാണെങ്കിലും പെട്ടെന്ന് പേടിച്ചു പോകുന്ന രീതിയിലാണ്. സോ അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ ഒന്ന് പ്രാങ്ക് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചെയ്തിട്ട് വേണം തിരിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൻ്റെ പണി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ട്രിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല കൂട്ടുകാർക്കും വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്. വാട്സപ്പിൽ പലപ്പോഴും നമ്മുടെ കൂട്ടുകാർക്ക് മെസ്സേജ് അയക്കാനായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോൺടാക്ട് കിട്ടി നമ്മളത് സേവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മെസ്സേജ് അയക്കാറുള്ളത്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലാതെ പല ആപ്ലിക്കേഷൻസ് ആയതോടുകൂടി നമുക്ക് ആപ്ലിക്കേഷനിൽ നമ്പർ അടിച്ച് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്യാതെ മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ റോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇതുപോലെ W എന്നൊക്കെ അടിച്ചത് ഇതുപോലെ അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് ഇതുപോലെ അടിച്ചു വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട നമ്പർ അടിക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കുന്നതാണ്. സോ ഇൻട്രസ്റ്റിംഗ് ആയ ട്രിക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ആൻഡ്രോയിഡ് ട്രിക്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷയോടെ ബൈ ഗൈസ്.